ഹായ് എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് മികച്ച സ്റ്റോക്കുകൾ എങ്ങനെയൊക്കെ കണ്ടെത്താമെന്ന് പറയുന്ന വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് NSE എന്ന് പറയുന്ന സൈറ്റ് പോവുകയും അവിടെ മാർക്കറ്റ് ഡാറ്റയിൽ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ആൻഡ് ഗ്യാപ്പ് ഡൗൺ സ്ട്രാറ്റജി ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ആ ഒരു ദിവസം മോസ്റ്റ് ആക്റ്റീവ് ആകുന്ന സ്റ്റോക്കുകളും ദെൻ ടോപ്പ് ഗെയിനേഴ്സ് ആൻഡ് ടോപ്പ് ലൂസേഴ്സ് സ്റ്റോക്കുകളും നമുക്ക് തിരഞ്ഞെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം വോളിയം അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആക്റ്റീവ് ആകുന്ന സ്റ്റോക്കുകളാണ് അതൊക്കെ. ഈ നിഫ്റ്റി 50ക്ക് പുറത്തുള്ള സ്റ്റോക്കുകളും ഇതുപോലെ വോളിയം അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസ് ആക്റ്റീവ് ആകുന്നുണ്ടോ, അത്യാവശ്യം മൊമെൻറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അവിടെയും നമുക്ക് ഓപ്പർച്യൂണിറ്റികൾ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത്തരം സ്റ്റോക്കുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒബ്സ്ട്ര എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്കാണ് പോകാൻ പോകുന്നത്. ഒരുപാട് വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഒബ്സ്ട്ര എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോവുക, ഒബ്സ്ട്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പോകേണ്ടത് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്ന സെക്ഷനിലാണ്. ഇവിടെ നിങ്ങൾ ഹീറ്റ് മാപ്പ് എന്ന സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഹീറ്റ് മാപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിഫ്റ്റി 50യിലെ കമ്പനീസിൻ്റെ പെർഫോമൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഈക്വൽ വെയിറ്റേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സോ നിങ്ങൾക്കിവിടെ നിഫ്റ്റി 50യിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള പെർഫോമൻസ് നടത്തിയിരിക്കുന്ന ഏതൊക്കെയാണ് ആ ഒരു ദിവസം, ദെൻ ഏറ്റവും നെഗറ്റീവ് പെർഫോമൻസ് നടത്തിയിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് അറിയാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏഷ്യൻ മോട്ടോഴ്സ് അത്യാവശ്യം നല്ല രീതിയിലുള്ള പോസിറ്റീവ് അവിടെ തന്നു കഴിഞ്ഞു. ഇനി ശ്രീറാം ഫിന്നും ONGC, MNM, ടെക്കം എന്ന് പറയുന്ന കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ ആ കമ്പനീസൊക്കെ ഇനി നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ നിങ്ങൾ ടോപ്പ് 5 കമ്പനീസ് എടുക്കുക. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ടോപ്പ് 5 കമ്പനീസ് എടുക്കുക. ഇത് നല്ല രീതിയിൽ പെർഫോമൻസ് വരാൻ ചാൻസസ് ഉള്ള സ്റ്റോക്കുകളാണ്. ഇനിയിപ്പോൾ ഏഷ്യൻ മോട്ടോഴ്സ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ മൊമെൻറ്റ് തന്നു. ഇനി എന്തെങ്കിലും റിവേഴ്സൽ കൺഫർമേഷൻസ് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്നുള്ളതും നോക്കാൻ വേണ്ടി സാധിക്കും. ഇനി അതുപോലെ നമുക്ക് ഏറ്റവും വേഴ്സ് പെർഫോമൻസ്, നെഗറ്റീവ് പെർഫോമൻസ് ഉള്ള സ്റ്റോക്കുകളും ടോപ്പ് 5 കമ്പനീസ് എടുക്കുക. അവിടെ ഇനിയും നെഗറ്റീവ് ആ ഒരു മൊമെൻറ്റ് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാൻ ചാൻസസ് ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും റിക്കവറിക്ക് ചാൻസസ് ഉണ്ടോ എന്നുള്ളതും നോക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ കണ്ടത് നിഫ്റ്റി 50യിലെ സ്റ്റോക്കാണ്. ഈ നിഫ്റ്റി 50ക്ക് പുറത്തുള്ള ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമുക്ക് ഇതുപോലെ തിരഞ്ഞെടുക്കാൻ വേണ്ടി സാധിക്കും. അതിൽ നിങ്ങൾ നിഫ്റ്റി FNO സ്റ്റോക്സ് ഹീറ്റ് മാപ്പ് എന്ന് കാണാൻ സാധിക്കും. ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഈക്വൽ വെയിറ്റേജിൽ തന്നെയാണ് ഇടുന്നത്. അപ്പം നമുക്ക് സ്റ്റോക്കുകൾ പിക്ക് ചെയ്യാൻ വളരെയധികം ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്റ്റീവായ സ്റ്റോക്ക് എടുത്ത സമയത്ത് അത്യാവശ്യം വോളിയം ആക്റ്റീവ് ആകുന്ന ആ ഒരു ദിവസം അത്യാവശ്യം വോളിയം ആക്റ്റീവ് ആകുന്ന സ്റ്റോക്കുകളായിരിക്കും ഇത്തരത്തിൽ ഗ്രീൻ ആയിട്ട് വരുന്നത്. ദെൻ അത്യാവശ്യം വോളിയം ഇവിടെയും നെഗറ്റീവ് പെർഫോമൻസ് വരുന്നത് അത്യാവശ്യം വോളിയം ആക്റ്റീവ് ആകുന്ന സ്റ്റോക്കുകൾ തന്നെയായിരിക്കും അല്ലേ. അത്യാവശ്യം നല്ല രീതിയിലുള്ള സെല്ലിംഗ് പ്രഷർ ആയിരിക്കും അത് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് നിഫ്റ്റി 50 നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മേജറായിട്ട് ഫോക്കസ് ചെയ്യുക. നമ്മുടെ നിഫ്റ്റി പോസിറ്റീവ് ആയിട്ടുള്ള കണ്ടീഷനിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഒരു ഗ്രീൻ സ്റ്റോക്കുകളും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓൾറെഡി നല്ല ഹൈ ഗ്രീൻ ആയിട്ട് തന്ന സ്റ്റോക്കുകളുണ്ട്. ദെൻ അത് ഇനിയും കണ്ടിന്യൂ ചെയ്ത് പോകാനുണ്ടോ, അല്ലെങ്കിൽ ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള സ്റ്റോക്കുകൾ. ഇപ്പം ഇതിനകത്ത് നിങ്ങളൊരു ടോപ്പ് 10 സ്റ്റോക്കുകൾ എടുക്കുക. അത് നല്ല രീതിയിൽ ഇനിയും പെർഫോം ചെയ്യാൻ ചാൻസസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഓക്കെ, അതുപോലെ ഇവിടെയും നിങ്ങൾ ടോപ്പ് 10 കമ്പനീസ് എടുക്കുക. അവിടെ നിങ്ങൾക്ക് നെഗറ്റീവ് പെർഫോമൻസ് ഇനിയും വരാൻ ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ റിക്കവറിക്ക് ചാൻസസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെയൊക്കെ നിങ്ങൾ ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ അറിയുന്ന ഒരാളാകണം മാത്രം. എന്നാൽ വളരെ ഈസി ആയിട്ട് നല്ല നല്ല സ്റ്റോക്കുകൾ നിങ്ങൾക്ക് പിക്ക് ചെയ്യാൻ സാധിക്കും. ഇവിടെ ട്രെൻഡ് എന്ന് പറയുന്ന സ്റ്റോക്ക് ഈ ഒരു ദിവസം ഇത്രമാത്രം പെർഫോമൻസ് നടത്താനുള്ള ഒരു കാരണം എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചാർട്ടിൽ പോവുകയാണ്. ട്രെൻഡ് എന്ന് സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ട്രെൻഡ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ചാർട്ട് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാം അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് അല്ലേ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് ഒരു മേജർ റീസൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ഈ റെസിസ്റ്റൻസിൽ മാർക്കറ്റ് നല്ല രീതിയിലൊരു ഡൗൺ ട്രെൻഡ് മൂവ്മെൻ്റ് ആയിരുന്നു. ഓക്കെ, ഒരു ഡൗൺ ട്രെൻഡ് മൂവ്മെൻ്റ് ആയിരുന്നു. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കുകയും പിന്നെ ഹയർ ലോ ഫോർമേഷനിലേക്ക് കൺവേർട്ട് ആവുകയും അപ് ട്രെൻഡിലേക്ക് കൺവേർട്ട് ആയിട്ടുണ്ട്. ദെൻ ഈ ഒരു റെസിസ്റ്റൻസ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആയിരുന്നു. ഈ റെസിസ്റ്റൻസിൻ്റെ മുകളിൽ നല്ല രീതിയിലുള്ള ലിക്വിഡിറ്റി ഉണ്ടായിരിക്കും. അതൊക്കെ ടേക്ക് ഔട്ട് ചെയ്ത് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് അപ്പർ സൈഡിലേക്ക് നമുക്ക് തന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രാറ്റജി നമുക്ക് ഉപയോഗിക്കാം. ഇനി മേ ബി നമുക്ക് ഇവിടുന്ന് റിവേഴ്സ് ആകുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ, റിവേഴ്സ് ആവുകയാണെന്നെങ്കിൽ ആ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയതിന് ശേഷമുള്ള എൻട്രി എടുക്കാം. ബ്രേക്ക് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് എൻട്രിയും നമുക്ക് എടുക്കാൻ സാധിക്കും. അത്യാവശ്യം മൊമെൻറ്റം വരെയുള്ള സ്റ്റോക്കുകൾ നമുക്ക് എങ്ങനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഞാൻ ഇവിടെ ഈ ഒരു വീഡിയോ സീരീസിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം വോളിയം അത്യാവശ്യം മൊമെൻറ്റം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് മറ്റൊരു സ്റ്റോക്ക് നോക്കാം. ഈ ഒരു OFSS എന്ന് പറയുന്ന സ്റ്റോക്കിൽ എന്താണ് സംഭവിച്ചു നോക്കാം. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് നമുക്ക് ആ ഒരു ചെറിയ രീതിയിലൊരു മൊമെൻറ്റം കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. ദെൻ
ചെറിയ രീതിയിലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവസാനം ഉണ്ടായിട്ടുള്ളൊരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. അത്യാവശ്യം നല്ല രീതിയിലൊരു സെല്ലിംഗ് പ്രഷർ ഡൗൺ സൈഡിലേക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടത്തിയതിന് ശേഷം അതിൻ്റെ മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തു. അത്യാവശ്യം ഒരു പോയിൻറ്റ്സൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഒരു 1.3% മൂവ്മെൻ്റ് ഒക്കെ അവിടെ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇനി നമുക്ക് നെഗറ്റീവ് പെർഫോമൻസ് ഉള്ള സ്റ്റോക്ക് നോക്കാം. അതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദ് പെട്രോ നോക്കാം. ഹിന്ദ് പെട്രോ എടുത്ത് നോക്കാം. ഓക്കെ, ഹിന്ദ് പെട്രോ ഞാൻ എടുത്തിട്ടുണ്ട്. ഹിന്ദ് പെട്രോൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 50 മിനിറ്റ്സ് ചാർട്ട് നോക്കുന്ന സമയത്ത് അവസാനം ഉണ്ടായിട്ടുള്ള നല്ലൊരു സപ്പോർട്ട്, ഇതിപ്പോൾ നെഗറ്റീവായിട്ടാണല്ലോ പെർഫോം ചെയ്തത്. അപ്പോൾ അവസാനമായിട്ടുള്ളൊരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഈ റേഞ്ചാണ്. ഓക്കെ, ഈ റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ റേഞ്ച് ബ്രേക്ക് ഡൗൺ ചെയ്ത് ദെൻ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു. ദെൻ ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, ഇത് സപ്പോർട്ട് പിന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു, റിജക്ട് ചെയ്തു, ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ്. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് ചെയ്യാൻ അറിയുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്ന അത്യാവശ്യം നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് അവിടെയും സംഭവിച്ചിട്ടുണ്ട്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1.6% ഒക്കെ ഒരു മൂവ്മെൻറ്റ് അവിടെ സംഭവിച്ചിട്ടുണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി. നമുക്കൊരു ടാർഗറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇതൊരു ടാർഗറ്റ് എന്നുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ടാർഗറ്റ് നമുക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള മൊമെൻറ്റം കിട്ടുന്ന സ്റ്റോക്കുകളാണ് ഈ രീതിയിൽ നിങ്ങൾ ഫിൽറ്റർ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്നത്. സോ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോക്കുകൾ ഫിൽറ്റർ ചെയ്യുന്ന രീതി മനസ്സിലാക്കി, നിഫ്റ്റി 50 കമ്പനീസ് മനസ്സിലാക്കി. ഇനി ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്, നിഫ്റ്റി 50ക്ക് പുറത്തുള്ള സ്റ്റോക്കുകളും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ആക്റ്റീവായ സ്റ്റോക്കുകളും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് പുതിയ സീരീസുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.